JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ ഇൻസ്പെക്ടറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിച്ചു ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ചെയ്യാമോ സാറ്, ഒരു വിശദമായിട്ടൊരു ക്ലാസ് ചെയ്യാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് സെറ്റപ്പ് അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങും ഓഡിറ്റ് വിങ്ങും എന്ന രണ്ട് ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ അകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലാണ് ജൂനിയർ ഇൻസ്പെക്ടർ വരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ ജൂനിയർ ഇൻസ്പെക്ടർ പ്രധാനമായിട്ടും യൂണിറ്റ് ഇൻസ്പെക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഓരോ താലൂക്കുകളിലും ഓരോ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസുകൾ ഉണ്ടാവും അല്ലേ. പ്രസ്തുത അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസുകളിൽ സംഘങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കുന്നതിനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടേതായ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ജൂനിയർ ഇൻസ്പെക്ടർമാരെ പ്രധാനമായിട്ടും അവരുടെ ജോലി വരുന്നത്. അപ്പോൾ സഹകരണ സംഘങ്ങളിൽ ഒരു മാസം ഇത്ര ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണമെന്ന് ജൂനിയർ ഇൻസ്പെക്ടർമാർക്കുണ്ട്. അതനുസരിച്ച് ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ ആയിട്ടും അല്ലെങ്കിൽ സർപ്രൈസ് ഇൻസ്പെക്ഷൻ ആയിട്ടും, അതായത് മിന്നൽ പരിശോധന എന്ന് പറയും, അങ്ങനെയും രണ്ട് രീതിയിൽ ഇൻസ്പെക്ഷൻ ജൂനിയർ ഇൻസ്പെക്ടർമാർ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽഡ് പരിശോധനയിൽ നമ്മൾ ക്യാഷ് ബാലൻസ് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ബുക്കുകളും റെക്കോർഡുകളും എല്ലാം തന്നെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ എഴുതി വെക്കുകയും അത് നമ്മൾ പിന്നീടുള്ള അവസരങ്ങളിൽ ആ റിപ്പോർട്ടുകൾ അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് സംഘങ്ങളിൽ നിറവേറ്റേണ്ടതുമായിട്ടുണ്ട്. അതുപോലെ തന്നെ മിന്നൽ പരിശോധന, സർപ്രൈസ് ഇൻസ്പെക്ഷൻ, അതായത് നമ്മുടെ സഹകരണ സംഘങ്ങളിൽ അറിയിക്കാതെ നമ്മൾ ജൂനിയർ ഇൻസ്പെക്ടർമാർ പെട്ടെന്ന് സഹകരണ സംഘങ്ങളിൽ വന്ന മിന്നൽ പരിശോധനകൾ നടത്താറുണ്ട്. അത് പെട്ടെന്ന് നമ്മൾ ഓടി വന്ന് മിന്നൽ പരിശോധന നടത്തുന്ന അവസരത്തിൽ ക്യാഷ് ബാലൻസുകളൊക്കെ പെട്ടെന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സഹകരണ സംഘങ്ങളിലെ ബുക്കുകളും റെക്കോർഡുകളൊക്കെ പരിശോധിക്കുക എന്നതൊക്കെയാണ് മിന്നൽ പരിശോധനയിലൂടെ പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സഹകരണ സംഘങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മിന്നൽ പരിശോധനകളൊക്കെ ഇൻസ്പെക്ടർമാർ നടത്തുന്നത്. ഇത്രയധികം മിന്നൽ പരിശോധനകളും ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷനുകളൊക്കെ നടത്തണമെന്നുള്ളത് സഹകരണ സംഘങ്ങൾക്ക്, സഹകരണ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാർക്ക് ഓരോ മാസവും ഇത്രയധികം ഇൻസ്പെക്ഷനുകളും മിന്നൽ പരിശോധനകളൊക്കെ നടത്തണമെന്നുണ്ട്. അതനുസരിച്ചാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിൽ അവരുടെ ശുപാർശ അനുസരിച്ച്, അതായത് ഇപ്പോൾ സഹകരണ സംഘങ്ങളിൽ ഒരു ബൈലോ അമെൻമെന്റിന് രജിസ്ട്രാർക്ക് അയക്കേണ്ട അവസരത്തിൽ ജൂനിയർ ഇൻസ്പെക്ടർമാരുടെ ശുപാർശയോടുകൂടി വേണം നമ്മൾ ഈ പ്രസ്തുത ബൈലോ അമെൻമെന്റിനൊക്കെ നമ്മൾ AR ഓഫീസ് വഴി രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കാൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുന്ന അവസരത്തിൽ പ്രസ്തുത ഭാഗങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സഹകരണ സംഘങ്ങൾ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ കൃത്യമാണോ എന്ന് അവർ സംഘത്തിൽ പോയി പരിശോധിച്ചതിന് ശേഷം ശുപാർശ ചെയ്താണ് അയക്കാറുള്ളത്. അതിന് പിന്നീടുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ ഇൻസ്പെക്ടർമാർ നടത്തുന്നത്. അപ്പോൾ സഹകരണ സംഘങ്ങളിൽ ഉണ്ടാകുന്ന സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടികൾക്ക് വേണ്ടിയിട്ട് അതിനുവേണ്ടിയുള്ള ശുപാർശകളെല്ലാം നടത്തുന്നത് ജൂനിയർ ഇൻസ്പെക്ടർമാരാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ സെക്ഷൻ 32-33 അനുസരിച്ച് ഇലക്ടഡ് ബോർഡ് ഇല്ലാത്ത അവസരങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് ജൂനിയർ ഇൻസ്പെക്ടർമാരെ നിയമിക്കാറുണ്ട്. അതും ജൂനിയർ ഇൻസ്പെക്ടർമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സെക്ഷൻ 72 അനുസരിച്ച് രജിസ്ട്രാർ നിയമിക്കുന്ന ലിക്വിഡേറ്റർ ആയിട്ടും ഇൻസ്പെക്ടറെ പ്രവർത്തനങ്ങളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സഹകരണ സംഘങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ സംഘത്തിലേക്കൊക്കെ ഇലക്ഷൻ വരുന്ന അവസരങ്ങളിൽ റിട്ടേണിംഗ് ഓഫീസർമാരായിട്ടും ജൂനിയർ ഇൻസ്പെക്ടർമാരെ നിയമിക്കാറുണ്ട്. ആർബിട്രേഷൻ കേസുകളൊക്കെ തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർബിട്രേറ്ററായിട്ട് ജൂനിയർ ഇൻസ്പെക്ടർമാരെ നിയമിക്കാറുണ്ട്. അതുപോലെ തന്നെ ജപ്തി നടത്താനൊക്കെ ആയിട്ട് സെയിൽ ഓഫീസറായിട്ട് ജൂനിയർ ഇൻസ്പെക്ടർമാരെ നിയമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക പരിശോധന നടത്താൻ സെക്ഷൻ 65 അനുസരിച്ച് എൻക്വയറി ഓഫീസറായിട്ടും
ജൂനിയർ ഇൻസ്പെക്ടർമാരെ നിയമിക്കാറുണ്ട്. ഇത്രയധികം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്, ഇത്രയധികം ജോലികളാണ് ഒരു ജൂനിയർ ഇൻസ്പെക്ടർമാരുടെ പ്രവർത്തനത്തിൽ വരുന്ന. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികളും, ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ എല്ലാവരും ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട്, ജൂനിയർ ഇൻസ്പെക്ടർമാരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് വ്യക്തമായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ജോലിയിൽ പ്രവേശിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സഹകരണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.